കേരളത്തിൽ UDF അധികാരത്തിൽ വന്നതിന് ശേഷം KSRTC തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി KSRT എംപ്ലോയീസ് അസോസിയേഷനിൽപ്പെട്ട തൊഴിലാളികളെ ഏകപക്ഷീയമായി സ്ഥലം മാറ്റിയതിനെതിരെ കഴിഞ്ഞ 33 ദിവസമായി ചീഫ് ഓഫീസിന് മുന്നിൽ ഞങ്ങൾ സമരം നടത്തിവരികയാണ്. തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ആദ്യഘട്ടം ചീഫ് ഓഫീസിൽ നിന്നും 21 പേരെ സ്ഥലം മാറ്റുകയും ഇതിനെതിരെ ഞങ്ങൾ ട്രാൻസ്പോർട്ട് ഭവന് ഉപരോധം അടക്കമുള്ള സമരം സംഘടിപ്പിച്ചു. തുടർന്ന് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും നടന്ന ചർച്ചയിൽ ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം ന്യായമാണെന്ന് കണ്ട് അത് പരിഹരിക്കാമെന്ന് ഉറപ്പ് തരികയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തുടർ സമരങ്ങളിൽ നിന്ന് മാറുകയും ചെയ്തു. എന്നാൽ തുടർന്ന് KSRTCയിലെ INTUC യൂണിയൻ്റെ രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഭാഗമായി മന്ത്രി പറഞ്ഞ വാക്കിൽ നിന്ന് പുറകോട്ട് പോവുകയാണ് ചെയ്തത്. തുടർന്നാണ് ഞങ്ങൾക്ക് പ്രക്ഷോഭമല്ലാതെ വേറെ മാർഗം സ്വീകരിക്കാൻ കഴിയാതെ വന്ന അവസരത്തിലാണ് ജൂൺ മാസം 16-ാം തീയതി മുതൽ അനിശ്ചിതകാല പ്രക്ഷോഭം ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ KSRT എംപ്ലോയീസ് അസോസിയേഷൻ ആരംഭിക്കുന്നത്. 22 ദിവസക്കാലം ഞങ്ങൾ ആ സമരം അവിടെ നടത്തി. എന്നിട്ടും മാനേജ്മെൻറ്റോ സർക്കാരോ അതിനകത്ത് ഇടപെടാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ജൂലൈ മാസം 13-ാം തീയതി മുതൽ 2 ഗേറ്റിലായി സംസ്ഥാന ഭാരവാഹികളുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല റിലേ നിരാഹാര സമരം ആരംഭിച്ചു. അത് 9 ദിവസം പിന്നിട്ടപ്പോൾ 21-ാം ഈ കഴിഞ്ഞ ദിവസം 21-ാം തീയതി പോലീസിനെ ഉപയോഗിച്ച് ആ VIP ഗേറ്റിൽ നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി സന്തോഷിനെ ഉൾപ്പെടെ വലിച്ചെടുത്ത് പോലീസ് വാനിലേക്ക് കയറ്റി ഞങ്ങളുടെ സംസ്ഥാന ഭാരവാഹികളെയും പ്രവർത്തകരെയും എല്ലാം അറസ്റ്റ് ചെയ്തു പോവുകയാണ് ചെയ്തത്. തീർത്തും ഹീനമായ ഒരു പ്രവൃത്തിയാണ് KSRTC മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. നിരാഹാരം അനുഷ്ഠിക്കുന്ന ഒരു പ്രവർത്തകനെ പോലീസിനെ ഉപയോഗിച്ച് മൃഗീയമായി വാനിൽ കയറ്റിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള നടപടിയാണ് മാനേജ്മെന്റ് സ്വീകരിച്ചത്. തുടർന്ന് ഞങ്ങൾ ഈ സമരം ശക്തമാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ മുതൽ ട്രാൻസ്പോർട്ട് ഭവനിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കാൻ തീരുമാനിച്ചത്. സംഘടനയുടെ വർക്കിംഗ് പ്രസിഡന്റും CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് CK ഹരികൃഷ്ണനാണ് ഇന്നലെ രാവിലെ മുതൽ അവിടെ നിരാഹാരം അനുഷ്ഠിച്ചു വരുന്നത്. ഇവിടെ ഈ ഘട്ടത്തിലും മാനേജ്മെന്റ് ചില പ്രതികാര നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പാപ്പനംകോട് സെൻട്രൽ വർക്സിൽ നിന്നും വൈകിട്ട് 4 മണിക്ക് ശേഷം അവർ പെർമിഷനോട് കൂടിയാണ് അവരുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ട് അവിടെ അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയ തൊഴിലാളികൾക്കെതിരെ സമരത്തിൽ പങ്കെടുത്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്നാൽ ചീഫ് ഓഫീസിൽ ജോലി ചെയ്യുന്ന INTUCയുടെ സംസ്ഥാന ഭാരവാഹി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഒപ്പിട്ടിട്ട് വെഞ്ഞാറമ്മൂട് INTUCയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി. ഇതിനെതിരെ യാതൊരു പരാതി കൊടുത്തിട്ട് യാതൊരു നടപടിയില്ല. INTUCയുടെ കരുനാഗപ്പള്ളിയുടെ യൂണിറ്റ് പ്രസിഡന്റ് സെൻട്രൽ ഡിപ്പോയിൽ വണ്ടി കൊണ്ടുവന്നിട്ടിട്ട് ഇറങ്ങിപ്പോയി. യാത്രക്കാർക്ക് പോലും ബുദ്ധിമുട്ടായി. അതിനെതിരെ പരാതി കൊടുത്തിട്ടൊരു നടപടിയില്ല. ഇങ്ങനെ ഏകപക്ഷീയമായി INTUC നേതാക്കളെ സംരക്ഷിക്കുകയും അസോസിയേഷന്റെ ആളുകളെ തെരഞ്ഞുപിടിച്ച് ശിക്ഷണ നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്ത നിലപാടിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും. അതുകൊണ്ട് തന്നെ ഈ സമരം അടിയന്തരമായി ഇടപെട്ട് തീർത്തില്ല എങ്കിൽ കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് പോകും. അതുകൊണ്ട് ഒരു വ്യവസായത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കും. ഈ വ്യവസായത്തെ കഴിഞ്ഞ കാലങ്ങളിൽ നല്ല നിലയിൽ തന്നെ ഇതിലെ തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുമാനം കൂട്ടി ശമ്പളം കൃത്യമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി. നേരത്തെ അവർക്ക് 2 പ്രാവശ്യമായി ശമ്പളം കിട്ടിയിരുന്നുവെങ്കിൽ ഇപ്പോൾ 4 തവണയാക്കി മാറ്റി. ഇനിയിപ്പോൾ 30 ദിവസത്തോളം അവരുടെ ശമ്പളം വീണ്ടും പെൻഡിങ്ങാണ്. തൊഴിലാളികളുടെ IB സറണ്ടർ അടക്കമുള്ള ആനുകൂല്യങ്ങൾ കഴിഞ്ഞ 25 ദിവസത്തെ കൊടുക്കാനുണ്ട്. ഇതെല്ലാം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഇതിനെതിരെ എല്ലാം തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ പ്രതിഷേധം ഇപ്പം നിലനിൽക്കുക. കൂടാതെ ഈ സൗജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് മുഴുവൻ ബാധ്യത ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പം ബഡ്ജറ്റിൽ 600 കോടി രൂപ മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇത് കൂടുതൽ സാമ്പത്തിക സഹായം വേണ്ടിവരും. ഇപ്പോൾ ദിവസേന 2.5 കോടി 3 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസം 90 കോടി രൂപയുടെ ബാധ്യതയെങ്കിലും KSRTCക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. കൂടാതെ സൗജന്യ യാത്രയിൽ കൂടുതൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു. ബസ്സുകളുടെ കാലപ്പഴക്കം മൂലം ഇപ്പോൾ കുത്തി നിറച്ചാണ് അതിനകത്ത് യാത്ര.
64 പേര് സഞ്ചരിക്കേണ്ട ഒരു ബസ്സിൽ 140 പേരാണ് സഞ്ചരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് തൊട്ടിൽപ്പാലത്തെ ഒരു ബസ് മാനന്തവാടി സർവീസ് പോയപ്പോൾ കുറ്റിയാടി ചുരത്തിൽ വെച്ച് 140 യാത്രക്കാരുമായി പോയി. വണ്ടിയുടെ നിയന്ത്രണം വിട്ടു, ബ്രേക്ക് പോയി, ജോയിന്റ് ഊരിപ്പോയി. ആ ഡ്രൈവറുടെ മനസ്സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അവിടെ എല്ലാവരുടെയും ജീവൻ രക്ഷിക്കാനായത്. കണ്ടക്ടർമാരടക്കം വളരെ വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം ഇത്രയും യാത്രക്കാർ കുത്തി നിറച്ച് കയറുമ്പോൾ അവർ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവരാകെ ശാരീരികമായി അവശരാണ്. അടുത്ത ദിവസവും ജോലിക്ക് വരാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതിനെല്ലാം ഒരു പരിഹാരം കാണണം. ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളോട് സർക്കാർ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് പ്രൈവറ്റ് അങ്ങനെയല്ല 86 പേരെ ട്രാൻസ്ഫർ ചെയ്ത് സെക്ഷൻ മാറ്റുക മാത്രമായത്. അവിടെ സ്റ്റീവ് ഓഫീസിൽ തന്നെ സെക്ഷനുകളുണ്ട്, പല പിയർ സെക്ഷന്, വിജിലൻസ് സെക്ഷന്, അതുപോലെ ആ സെക്ഷൻ അവിടെ തന്നെ ഇരുന്നു എല്ലാവരും. അവിടെ അങ്ങോട്ടേക്കോട്ട് വേണമെങ്കിൽ അതിന്റെ ഇത് തരാൻ നിൽക്കും. 86 പേരെ ആ സെക്ഷനിൽ തന്നെ, അവിടുന്ന് വെളിയിലോട്ട് ആരെയും മാറ്റില്ല, അവിടെ തന്നെയാണ് മാറ്റിയത്. മാറ്റിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ആളുകളെ മാറ്റുന്നത് അത് മാനദണ്ഡം അനുസരിച്ചാണ്. ഞങ്ങൾ ആളുകൾ പോയിട്ടുണ്ട് കഴിഞ്ഞ ഇടതുപക്ഷ ഭരണ കാലഘട്ടത്തിൽ KSRTC എംപ്ലോയീസ് അസോസിയേഷന്റെ ആളുകളെ ചീഫ് ഓഫീസിൽ നിന്ന് കോഴിക്കോട്ടേക്കും ഞങ്ങളുടെ സംസ്ഥാന ഭാരവാഹികളെ ഉൾപ്പെടെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ ഏർത്തില്ല. കാരണം ആ പോകുന്നത് ഒരു സീനിയോറിറ്റി മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ നമ്മൾ ഏർക്കാൻ പറ്റത്തില്ല. ജനറൽ ട്രാൻസ്ഫർ കഴിഞ്ഞ 10 വർഷം നടത്തിയിട്ടുണ്ട്. കണ്ടക്ടർ, ഡ്രൈവർ, ദൂര ജില്ലകളിലേക്ക് അത് പോകുമ്പോൾ അതിന് സീനിയോറിറ്റി മാനദണ്ഡമുണ്ട്. അതിനെ INUC അംഗീകരിച്ചിട്ടുണ്ട്, CIT അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാ തൊഴിലാളി സംഘടനകളും അതിനെ അനുകൂലിച്ചിട്ടുണ്ട്. നമ്മൾ തുടക്കത്തില്ല അതിനകത്ത് അവരെ സംബന്ധിച്ച് അവരുടെ കുടുംബങ്ങൾ വളരെ വല്ലാത്ത അവസ്ഥയില്ല. അവർക്ക് ഇപ്പോ ഈ സമരം എപ്പോൾ തീരുമെന്ന് പറയാൻ വേണ്ടി ഇതാണല്ലോ നിലപാട്. അങ്ങനെയുള്ള സ്വാഭാവികമായിട്ട് അവർക്ക് ജോലി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരത് ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ജീവിക്കണമെങ്കിൽ അവർക്ക് ശമ്പളം കിട്ടിയേ പറ്റും. അത് മാറി നിന്ന് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. ഗവൺമെന്റാണ് അതിനകത്ത് ഇടപെടേണ്ടത്. ഇങ്ങനൊരു ഘട്ടം വരുമ്പോൾ അത് ഇടപെടാതെ മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി പഴയ ബസ്സാണ്. ഈ ബസ്സുകൾ മുമ്പ് ഓടിക്കൊണ്ടിരിക്കുന്ന റീസണാണ്. ഇതിന്റെ പാരമ്പര്യം ഗവൺമെന്റ് കുക്കി കൊടുത്തിട്ടില്ല, സൊല്യൂഷൻ ഇല്ല. അപ്പോൾ ബസ് വാങ്ങാൻ പൈസ ഇല്ലാത്ത കോർപ്പറേഷൻ ഈ പഴയ ബസ്സുകൾ ഉപയോഗിച്ച് ഈ സർവീസുകൾ നടത്തും. അപ്പോൾ ഇതിന് പകരമായിട്ട് എന്ത് സൊല്യൂഷനാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വിഷയം ബസ് അങ്ങനെ മേടിക്കാൻ കാശില്ലാത്ത കോർപ്പറേഷൻ ബസ് വാങ്ങിക്കാൻ പറ്റും. കഴിഞ്ഞ ഗവൺമെന്റ് ബഡ്ജറ്റിനകത്ത് ബസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൈസ വകയിരുത്തിയിട്ടുണ്ട്. ഈ അവസാനം KN ബാലഗോപാൽ ധനകാര്യ മന്ത്രിയായിട്ടിരുന്നു ബസ് വാങ്ങിക്കാൻ പ്രത്യേകം പൈസ ബഡ്ജറ്റ് വകയിരുത്തിയിട്ടുണ്ട്. അത് എടുത്ത് ബസ് വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് പരിഹാരം. അല്ലാതെ ഇത്രയും പഴക്കം എന്നുള്ള നിലയിൽ പോലും ഇത്രയും ആളുകളെ നിറച്ചു പോകുന്നതിന്റെ ഒരു പ്രശ്നമാണ് നമ്മൾ ഒരുപാട് കാണുന്നത്. നേരത്തെ ഇത്രയും യാത്രക്കാർ ആ ബസ്സിൽ കയറുന്നില്ല. ഇപ്പോ 64 പേര് കയറുന്നിടത്ത് 140 പേര് കയറുന്നു. അത് എല്ലാവർക്കും പ്രയാസം സൃഷ്ടിക്കുന്നതാണ്. അതാണ് നമ്മൾ ചൂണ്ടിക്കാണുന്നത്. ഏറ്റവും പ്രശ്നം വന്നത് ഈ പ്രിയദർശിനി സൗജന്യ യാത്ര വന്നപ്പോൾ 6 ലക്ഷത്തോളം പുതിയ യാത്രക്കാർ വന്നു എന്നാണ് മന്ത്രിയുടെ തന്നെ കണക്ക്. ഈ 6 ലക്ഷം എന്ന് പറയുന്നത് വനിതാ പ്രവർത്തകരാണ്. അവർ മുഴുവനും ഈ 2000-അടിയിലുള്ള ഈ ഓർഡിനറി ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ആദ്യം 50-60 ആൾക്കാർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ബസ്സിൽ ഇപ്പോൾ 150-ന് മുകളിൽ ആൾക്കാരാണ് യാത്ര ചെയ്യുന്നത്. അത് അത്രയും ആൾക്കാരെ താങ്ങാൻ ഇന്ന് ഈ ബസ്സിന് സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അതിനകത്ത് ജോലി ചെയ്യുന്ന കണ്ടക്ടർക്കാണ് ടിക്കറ്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആൾക്കാർ അധികമായതുകൊണ്ട് ഒരു കണ്ടക്ടർക്ക് പോലും ടിക്കറ്റ് കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക്, ജോലി കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേനും കണ്ടക്ടർ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഡോറ് തുറന്ന് ജീവനക്കാർ പുറത്തു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രിയദർശിനി ഈ സൗജന്യം സ്ത്രീജനങ്ങൾക്ക് ഒന്നും കൂടി ഉപകാരപ്രദമാകണമെങ്കിൽ പുതിയ ബസ്സുകൾ റൂട്ടിലിറക്കണം. അങ്ങനെ പുതിയ ബസ്സുകൾ റൂട്ടിലിറക്കിയാലേ ജീവനക്കാരെ അവരുടെ ജോലി ഭാരവും കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്നലെ പറഞ്ഞ ആ ബസ്സിന്റെ അപകടം, ഈ ചുരം കയറി പോകുന്ന ബസ്സൊക്കെ 150-160 ആൾക്കാരെയും വെച്ച് ചുരം കയറി കഴിഞ്ഞാൽ ഇന്നലെ വലിയൊരു അപകടം. എന്തോ ഭാഗ്യം ആ ഡ്രൈവർ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തിയതാണ്. വലിയൊരു ചുരത്തിൽ നിന്നാണ് വണ്ടിയുടെ നിയന്ത്രണം വിട്ടുപോയത്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ പൊന്മുടിക്ക് പോകുന്ന ബസ് അതിനിപ്പോൾ നിയന്ത്രണം വെച്ചിരിക്കുക. എല്ലാ ടൂറിസ്റ്റ് മേഖലകളിലേക്കും പോകുന്ന ബസ്സുകളിൽ 150-200 ആളുകൾ കയറുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. അതിന് പുതിയ ബസ്സുകൾ വാങ്ങി ആ സൗജന്യ യാത്ര എല്ലാ
ജനങ്ങൾക്കും എത്തിക്കുന്ന രീതിയിലേക്ക് മാറ്റണമെന്നാണ് ഞങ്ങളുടെ ആവശ്യമില്ലാത്തത്. അത് നിലവിലുണ്ട്. ഉണ്ടെങ്കിൽ പോലും KSRTCയുടെ വരുമാനം കൂടുന്നതിന് വേണ്ടി നേരത്തെ സമയത്ത് കണ്ടക്ടർമാർ യാത്രാക്ലേശം ഒഴിവാക്കുന്നതിന് വേണ്ടി പരമാവധി ആ ബസ്സുകളിൽ യാത്രക്കാരെ കയറ്റുക. വേറെ ബസ്സില്ലാത്ത സമയത്ത് അവർക്ക് മറ്റൊരു ബസ് കിട്ടാത്ത സാഹചര്യത്തിൽ അവരെ കയറ്റിക്കൊണ്ടു ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തത് വലിയ അപകടം പിടിച്ച സ്ഥിതിയിലേക്കാണ്. ഇപ്പോൾ KSRTCയിൽ ശമ്പളമൊക്കെ കൃത്യമായി കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ഇതൊരു ഇപ്പോൾ സൗജന്യ യാത്ര കൊടുക്കുന്നതിൽ അസൂയ തോന്നി പറയുന്നു എന്ന് ജനം പറഞ്ഞാൽ എന്ത് മറുപടി പറയും? ഞങ്ങൾ ആദ്യം ഞങ്ങൾ നിലപാട് പറഞ്ഞല്ലോ, സൗജന്യ യാത്രയ്ക്ക് എതിരല്ല, നല്ല കാര്യമൊന്നുണ്ടാവും. അതിനെതിരായിട്ടല്ല ഇത് പറഞ്ഞത്. ഇത് KSRTCയുടെ ശമ്പളം കൃത്യമായിട്ട് കൊടുത്തത് കഴിഞ്ഞ ഗവൺമെന്റ് ഇരുന്ന സമയത്ത് ആ ഗവൺമെന്റ് 10 വർഷക്കാലം കൊണ്ട് 14,100 കോടി രൂപയുടെ സഹായം, മാസം ശമ്പളത്തിനും പെൻഷനും വേണ്ടി 125 കോടി രൂപ സർക്കാരിന്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക്. അതുപോലെ തൊഴിലാളികൾ നന്നായി അധ്വാനിച്ച് വരുമാനം കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് 1.5 വർഷം മുമ്പ് കൃത്യമായി കൊടുത്തുകൊണ്ട് വന്നതിന്റെ പാറ്റേണാണ് ഇപ്പോൾ വന്നേക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം പറഞ്ഞു. അതാ പ്രയാസം ശ്രദ്ധിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ സ്ഥിര ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങും. ആ നിലയിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പറയുന്ന നിലയിലേക്കുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞത്. അല്ലാതെ അസൂയൊന്നുമില്ല. അതിനകത്ത് എന്തിനാ പൊതുജനമാണ് ഞങ്ങളുടെ യജമാനന്മാർ. അവരെയാണ് നമ്മളെപ്പോഴും അവരെ തീർന്നുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതിനകത്ത് അസൂയൊന്നുമില്ല. സൗജന്യം എല്ലാവർക്കും കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ്. പരാമർശമല്ല, നിർദ്ദേശമാണ് അല്ലേ? എല്ലാവർക്കും സൗജന്യം കൊടുത്തു. പക്ഷേ ഇതിന്റെ തൊഴിലാളികളെയും ഈ വ്യവസായത്തെ സർക്കാർ ഏറ്റെടുത്താണ്. അതാണ് വേറൊരു പ്രയാസമില്ല.